നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി വൈപ്പിൻ പറവൂർ മേഖലയുടെ 43ാമത് വാർഷിക സമ്മേളനം പറവൂരിൽ വെച്ച് നടന്നു. രാവിലെ പറവൂർ അംബേദ്കർ പാർക്ക് യുദ്ധസ്മാരകത്തിൽ റീത്ത് സമർപ്പണം നടത്തി. തുടർന്ന് പറവൂർ PWD ഗസ്റ്റ് ഹൗസ് ഹാളിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ സീനിയർ വൈസ് ചെയർമാൻ VS ജോൺ ഉദ്ഘാടനം ചെയ്തു. ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ് 8ാം ശമ്പള കമ്മീഷൻ. ഈ 8ാം ശമ്പള കമ്മീഷന്റെ രൂപീകരണം അല്ലെങ്കിൽ അതേപ്പറ്റി ഗവൺമെന്റിന്റെ പ്രസ്താവന വന്നിട്ട് 1 വർഷത്തോളം ആകുന്നു. വളരെ വൈകി പല നിവേദനങ്ങളൊക്കെ എല്ലാവരും കൊടുത്തു, സിവിലിയൻ സംഘടനകൾ കൊടുത്തു, നമ്മളുടെ അഖിലേന്ത്യാ സംഘടനയും കൊടുത്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരല്പം അദ്ദേഹത്തിനെ ഒന്ന് ഉണർത്താൻ നമുക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് 8ാം ശമ്പള കമ്മീഷൻ രൂപീകൃതമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔപചാരികമായിട്ട് അതിൻ്റെ രൂപീകരിച്ച്, മറ്റേതൊരു അനൗൺസ്മെൻ്റേ ഉണ്ടായിരുന്നു, ഔപചാരികമായിട്ട് രൂപീകരിച്ച് അതിനൊരു അധ്യക്ഷനെ നിയമിച്ചു, 2 കമ്മിറ്റികളെ നിയമിച്ചു. അതോടുകൂടി അത് പ്രായോഗികത്തിൽ നിലവിൽ വന്നു. പറവൂർ മേഖല പ്രസിഡന്റ് പൗലോസ് വടക്കുംചേരി അധ്യക്ഷനായി. 3 വർഷം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഘടന 43 വർഷം നമ്മൾ യൂണിഫോം സേവനം ചെയ്ത, യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്ത മാതിരി തന്നെ ഇന്ന് നമ്മളിവിടെ കേന്ദ്ര സർക്കാരിനോട് നമ്മുടേതായ ആവശ്യങ്ങൾ യുദ്ധം ചെയ്താണ് നമ്മൾ വാങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സംഘടന എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവരും ആശ്വാസം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ എക്സ്-സർവീസ്മാൻ സംഘടന. നമ്മൾ ഓരോരുത്തരും ഇതിൽ നിന്നും നല്ല രീതിയിൽ പ്രവർത്തിച്ചാലേ മാത്രമേ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് തെളിയിച്ചിരിക്കുന്ന സംഭവമാണെന്ന് നമുക്കറിയാം. സംസ്ഥാന പ്രസിഡന്റ് MP ഗോപിനാഥ്, കേരള ജനറൽ സെക്രട്ടറി KM പ്രതാപൻ, ജില്ലാ പ്രസിഡന്റ് MN അപ്പുക്കുട്ടൻ, പറവൂർ മേഖലാ സെക്രട്ടറി CK വിജയൻ, ട്രഷറർ CG സുരേഷ്, വനിതാ ഫോറം സെക്രട്ടറി വത്സല നരേന്ദ്രനാഥ്, KL സുധാകരൻ, AC തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. മുതിർന്നവരെ ആദരിക്കൽ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം എന്നിവയും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.